വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ ഓഫ് എ മൂവി റിവ്യൂ. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന സിനിമ സൊസൈറ്റി ഓഫ് ദ സ്നോ. 2023 പുറത്തിറങ്ങിയ ഈ സിനിമ റിയലായിട്ട് നടന്ന ഒരു സംഭവത്തെ ആസ്പദമാക്കിയിട്ട് എടുത്തൊരു സിനിമയാണ്. അപ്പോൾ ഇതിൻ്റെ കഥ എന്താണ്? 1972 ഒക്ടോബർ 13 ഉറുഗ്വേയിൽ നിന്നും സാന്റിയാഗോ, ചിലിയിലുള്ള സാന്റിയാഗോയിലേക്ക് പോകുന്ന ഒരു എയർക്രാഫ്റ്റ്. അതിൽ 45 പാസഞ്ചേഴ്സ് അടങ്ങുന്ന ഒരു എയർക്രാഫ്റ്റ്. അതിൽ റഗ്ബി ടീം പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു, അവരുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ആ ഒരു യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഉറുഗ്വേയിൽ നിന്നും ഈ സാന്റിയാഗോയുടെ ഇടയിൽ വരുന്ന മലപ്രദേശങ്ങളാണ്, ഈ മഞ്ഞ് മൂടി കിടക്കുന്ന മലപ്രദേശങ്ങളാണ്. അപ്പോൾ അത് ക്രോസ് ചെയ്യുമ്പോൾ മൂടൽ മഞ്ഞ് കാരണം, ഒരു പൈലറ്റിൻ്റെ എറർ കാരണം അവിടെ വെച്ച് ക്രാഷ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ പ്ലെയിൻ രണ്ടായി പിളർന്ന് ഒരു ഭാഗം ബാക്കിലോട്ടും ഒരു ഭാഗം ഫ്രണ്ടിലോട്ടും മഞ്ഞിലൂടെ ഇറങ്ങി അവിടെ ലാൻഡാകുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആ ലാൻഡാകുന്ന സമയത്ത് അതിലുള്ള പാസഞ്ചേഴ്സ് ചിലരൊക്കെ മരിച്ചു കഴിഞ്ഞു, ചിലരെ ചെറിയ ഈ പരിക്കുകളോടെ ആണ് അവിടെ ലാൻഡാകുന്നത്. അതിനുശേഷം അവിടെ ആ തണുപ്പ് -30 to 40 ഡിഗ്രി വരെയുള്ള തണുപ്പൊക്കെയാണ് അവിടെ രാത്രിയിൽ. അപ്പോൾ അത് എങ്ങനെ അവർ അതിജീവിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു എന്നാണ് ഈ ഒരു സിനിമയുടെ കഥ. ഇത് റിയലായിട്ട് നടന്നൊരു സംഭവമാണ്. അവിടെ അവർ സർവൈവ് ചെയ്യാൻ അവിടെ എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊക്കെയാണ് ഈ സിനിമയുടെ ഒരു കഥ. ടെക്നിക്കലി ഈ സിനിമ ഒരു ഔട്ട്സ്റ്റാൻഡിങ് മേക്കിംഗ് ആണ്. ഇതിൻ്റെ VFXും SFXും എല്ലാം ഇതൊരു സ്റ്റുഡിയോയിലാണ് ഷൂട്ട് ചെയ്തതെന്ന് നമ്മൾ വിശ്വസിക്കാത്ത തരത്തിലുള്ളൊരു മേക്കിംഗ് ആണ്. ചില സീൻസിനാണ് അവർ അതുപോലുള്ള ഒരു ലൊക്കേഷനിൽ പോയിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഭൂരിഭാഗവും ഇതിൽ പുതുമുഖങ്ങളാണ് അഭിനയിച്ചിരിക്കുന്നത്, പക്ഷേ എല്ലാവരുടെയും പെർഫോമൻസും സൂപ്പറാണ്. അപ്പോൾ തീർച്ചയായും ഞാൻ ഈ സിനിമ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുകയാണ്. തീർച്ചയായും നിങ്ങൾ ഈ സിനിമ കാണാൻ. നെറ്റ്ഫ്ലിക്സിൽ റിലീസായിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലെയിനിൽ ഫുഡ് എന്ന് പറയാൻ, ആ പ്ലെയിനിൽ വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് ഫുഡ് മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് പോരാ. അവിടെ അവർ കഴിച്ചു കൂട്ടിയത് 72 ദിവസങ്ങളാണ്. അതിൽ പലരും മരിച്ചുപോയി. അവസാനം ഒരു 8 പേരെയാണ് അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിച്ചത്. അപ്പോൾ ഇവർ എങ്ങനെ അവിടെ സർവൈവ് ചെയ്തു എന്ന് പറഞ്ഞാൽ, മരിച്ച ഡെഡ് ബോഡീസിനെയൊക്കെ പച്ചയായിട്ട് അറുത്തെടുത്ത് അങ്ങനെ ഫ്രഷായിട്ട് കഴിച്ച് കുറച്ച് കഴിച്ചിട്ടൊക്കെയാണ് അവിടെ അവർ ജീവിച്ചത്. പിന്നെ എന്തെങ്കിലും ഹെൽപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ അവർ കുറച്ച് ദൂരം വരെ പോവും. മഞ്ഞ് വരും, അവിടെ നിന്ന് തിരിച്ച് പ്ലെയിനിലോട്ട് വരും. അങ്ങനെ ഒരുപാട് സ്ട്രഗിൾസിന് ശേഷമാണ് അവർക്കൊരു ഹെൽപ്പ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സിനിമ എന്ന് പറയുന്നത്, ഞാൻ കഥ അതേപോലെ പറയുന്നില്ല, അപ്പോൾ നിങ്ങൾക്ക് അതൊരു സസ്പെൻസ് പോകും. അപ്പോൾ നിങ്ങൾ ഈ സിനിമ നിങ്ങൾ കണ്ടുകൊണ്ട് തന്നെ എല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഈ സിനിമ തീർച്ചയായും കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. വീണ്ടും മറ്റൊരു റിവ്യൂ ആയിട്ട് ഞാൻ വരാം. നല്ലൊരു അടിപൊളി സിനിമയായിട്ട് ഞാൻ വരാം. സോ സീ യു ദെൻ, ബൈ.